ഹായ്, എനർജെക്സിന്റെ നീം സോപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നീം സോപ്പ് എനർജെക്സ് മുഖക്കുരുവിന് സെർച്ച് ചെയ്തുണ്ടാക്കിയതാണ് കേട്ടോ. ഒരു ഹെർബൽ റെമഡി മുഖക്കുരുവിന് വേണം എന്ന് വിചാരിച്ചിട്ട്, എനിക്ക് ധാരാളം മുഖക്കുരുള്ള ആളായിരുന്നു ഞാൻ. അപ്പം എന്നെപ്പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പം അതിനൊരു ഹെർബൽ റെമഡി കണ്ടുപിടിക്കണം എന്നുള്ള ഒരു തോട്ടിലൂടെയാണ് കേട്ടോ ഞാനിത് കണ്ടുപിടിച്ചത്. അപ്പം ഇതിലുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ഉപകാരപ്പെടുന്നത് എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇതാണ് കേട്ടോ എനർജെക്സിൻ്റെ നീം സോപ്പ്. നിങ്ങൾ കാണുന്നില്ലേ ഇത്? അപ്പം ഇതാണ്, ഇത് ക്ലിയറായിട്ട് നീം സോപ്പ് ഇങ്ങനെയാണോ പിടിക്കേണ്ടത്? എനർജെക്സിൻ്റെ നീം സോപ്പാണിത്. അപ്പം ഇതിൽ മെയിനായിട്ടുള്ള കണ്ടന്റ് നീം തന്നെയാണ്. നീം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. നീം നമുക്കറിയാലോ, ശരീരത്തിൽ ചൊറി, ചരഞ്ഞ് അങ്ങനത്തെ സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ആര്യവേപ്പ് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പണ്ടേ നമ്മൾ അറിഞ്ഞു പോരുന്നൊരു കാര്യമാണില്ലേ. പണ്ടുള്ള ആൾക്കാരൊക്കെ സ്കിന്നിന് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വേഗം ആര്യവേപ്പിലും മഞ്ഞളും ഒക്കെ അരച്ചിടലായിരുന്നല്ലോ. അതുപോലെ തന്നെ എന്തെങ്കിലും വിഷാംശങ്ങളിലെ ജന്തുക്കളൊക്കെ കുത്തിയാൽ, എന്തെങ്കിലും വീക്കങ്ങൾ, അതുപോലെ എന്തെങ്കിലും നീർക്കെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു മരുന്നായിരുന്നു അത്. അപ്പം അതിന്നൊക്കെ ഉള്ള ഒരു അറിവ് ഉൾക്കൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ മുഖക്കുരുവിനും ഈ ഒരു നീം പറ്റും. അതുപോലെ മുഖത്തുണ്ടാകുന്ന, അതിൽ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഓരോ പിമ്പിൾസിനും ആഗ്നയ്ക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്നുള്ള ഉള്ളിലൊരു അറിവ് കൊണ്ടാണ് ഞാൻ ഒരു ഇങ്ങനത്തെ ഒരു സോപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് കേട്ടോ. അപ്പം നമ്മളിതിൽ നീം ഉപയോഗിക്കും. അതുപോലെ തന്നെ മുഖത്തെ കലകൾ, അതുപോലെ ടാനൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണ്ടൻ്റാണ്, ഇൻഗ്രീഡിയൻ്റാണ് നമ്മൾ ഇരട്ടി മധുരം നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ പോകാൻ, നമ്മൾ കൂടുതൽ വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ ശരീരത്തിന് ചൂടൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ ചൂടിനൊക്കെ, സ്കിന്നിലെ ചൂടൊക്കെ ശമിപ്പിക്കാൻ നമ്മൾ ഇരട്ടി മധുരം ഉപയോഗിക്കട്ടെ. അതുപോലെ രാമശ്യം, നമ്മൾ ഉപയോഗിക്കുന്ന കറ്റാറുവായ, പതിമുഖം, നമ്മൾ നെല്ലിക്ക, കൊട്ടം, ഇങ്ങനത്തെ 10-25ഓളം ഇൻഗ്രീഡിയൻറ്റുകൾ കൊണ്ടാണ് നമ്മൾ ഈ സോപ്പ് നിർമ്മിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സ്കിന്നിന് നല്ലൊരു ഗുണം ഇതുകൊണ്ട് കിട്ടുമെന്നുള്ളൊരു തീർച്ചയായിട്ടും ഉറപ്പുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ റിവ്യൂകളും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ പിമ്പിൾസും, അതുപോലെ കലകളും, അതുപോലെ പാടുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ മുഖക്കുരു പോകുന്നതോടുകൂടി തന്നെ അതിൻ്റെ കലകളും ഇതില്ലാതെ കൂട്ടോ. അതിനുള്ള കസ്തൂരി മഞ്ഞൾ, മരമഞ്ഞൾ, അങ്ങനത്തെ കുറേ മുഖത്തിന് യോജിച്ച, സ്കിന്നിന് നല്ല റിസൾട്ട് ഉണ്ടാക്കണ, അതുപോലെ തന്നെ നമ്മൾ കോലരക്ക്, അങ്ങനത്തെ വേമ്പാട, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട്, അടുത്ത ചന്ദനം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ മുഖത്തിന് ഒരു നാച്ചുറൽ ഗ്ലോയിങ് ഇത് തരും എന്നുള്ളത്. ഇത് വാസനിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, പച്ചമരുന്നുകളുടെയൊക്കെ ഒരു ഗന്ധം ഇതിലുണ്ടാവും. അപ്പം ഇത് ഉപയോഗിച്ചവർക്കറിയാം ഇതിൻ്റെ ഒരു പച്ചഗന്ധലും ആ ഒരു വാസനയും ആ ഒരു സൗന്ദര്യമൊക്കെ ഈ പറയുന്നതൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ കുറേ ആൾക്കാർ, കുറേ ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ കൗമാര പ്രായക്കാരാണിത് ഉപയോഗിക്കൽ. അപ്പം അവർ കൊണ്ടുപോയ കുറേ റിസൾട്ടുകൾ നമുക്ക് തരാൻ കഴിയും കേട്ടോ. അപ്പം നിങ്ങളും ഒക്കെ അങ്ങനത്തെ റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. ഹെർബൽ റെമഡി കൊണ്ട് എൻ്റെ മുഖക്കുരു എനിക്ക് കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ള തോട്ടിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓൾക്ക് ഇത് ഭയങ്കര ഒരു എഫക്റ്റീവ്നെസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഉള്ള ഒരു റിസൾട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരികയും ചെയ്യും കേട്ടോ. അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ ഉണ്ടാവും ഇതിൻ്റെ താഴെ.
പിന്നെ വാട്സപ്പ് നമ്പറിൽ നമ്മൾ അറിയിച്ച് കഴിഞ്ഞാൽ, കമൻ്റ് അറിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ കൊറിയർ വഴി ഈ പ്രൊഡക്റ്റ് നമ്മൾ നിങ്ങൾക്ക് എത്തിക്കൂട്ടോ. അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി പിന്നെ തേങ്ങ എടുത്തിട്ട് അത് ഉണക്കിയിട്ട് അതിൽ കിട്ടുന്ന വെളിച്ചെണ്ണയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണേൻ്റെ മഹത്വം നിങ്ങൾക്ക് അറിയില്ലേ? അപ്പം ആ വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിലാണ്, നല്ല ഒറിജിനൽ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. തയ്യാറാക്കാൻ 2-3 ദിവസത്തെ മനക്കെടാണ്. എന്താ വെച്ചാൽ പിന്നെ ഇതിലേക്ക് ഇൻഗ്രീഡിയൻ്റൊക്കെ വാങ്ങിയിട്ടും പറിച്ചിട്ടൊക്കെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അത് തിളപ്പിക്കണം, അങ്ങനെ എണ്ണ കാച്ചണം, അങ്ങനത്തെ പല പ്രോസസ്സിലൂടെയാണ് കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ കടന്നു പോകണം. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്ര റിസൾട്ട് തരാനും കഴിയണത്. അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഗ്രാജുവലി ഹെൽത്തും അതുപോലെ ലോങ് ടൈം സ്കിന്നിൻ്റെ ബ്യൂട്ടിയൊക്കെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റും. അപ്പം ആവശ്യമുള്ളവർ വാങ്ങി ഉപയോഗിച്ച് നോക്കിട്ടോ.